അസ്സലാമു അലൈക്കും. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരളക്കരയാകെ 90% ആളുകളും റമദാൻ ഒന്നായിക്കൊണ്ട് തുടങ്ങുകയാണ്, ആചരിക്കുകയാണ്. എന്നാൽ ചെറിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശതമാനക്കണക്കൊന്നും എനിക്കറിയില്ല. എങ്കിലും കുറച്ച് ആളുകൾ നിശബ്ദരായിക്കൊണ്ട് തന്നെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അതിലൊരുവനാണ് ഞാനും എൻ്റെ കുടുംബവും. മിനിഞ്ഞാന്ന് 28 മിനിറ്റോളം ഹിലാൽ കേരളത്തിൽ ഉണ്ട് എന്നുള്ള ആ ഒരു അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ നഗ്നനേത്രം കൊണ്ട് അത് കാണാൻ കഴിയില്ല എന്ന അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രമുഖരായ ആയിരക്കണക്കിന് മസ്ജിദുകളുടെ ഖാലിമാരായിട്ട് അറിയപ്പെടുന്ന ആളുകളൊക്കെ ചന്ദ്രപ്പിറവി കണ്ടില്ല, അതുകൊണ്ട് നമുക്ക് നാളെ നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് പറഞ്ഞു. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് മണ്ണാർക്കാട് ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി മണലടി എന്ന് പറയുന്ന സ്ഥലത്ത് മസ്ജിദുൽ ഇബ്രാഹിം എന്ന സലഫി മസ്ജിദിലാണ് ഇന്നലെ മഗ്രിബ് നമസ്കാരത്തിന് കൂടിയത്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കണ്ട ചന്ദ്രക്കല അല്ലെങ്കിൽ ഹിലാൽ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വ്യക്തമായിക്കൊണ്ട് നഗ്നനേത്രം കൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ ഈ ചന്ദ്രക്കല, ഇത് ദർശിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന് മസ്ജിദുകളുടെ ഖാലിമാർ അവർ പല ഭാഗത്തും പൊന്നാനി പോലെ അല്ലെങ്കിൽ കാപ്പാട് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മണ്ണാർക്കാട് നിന്ന് എൻ്റെ സുഹൃത്ത് അയച്ചു തന്ന ഒരു ചന്ദ്രക്കല കാണാം. ഇനി കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, ഇത് പൊന്നാനിയിൽ നിന്ന് കണ്ടതാണ്. ഈ ഒരു ചന്ദ്രക്കല പുറത്തുവിടുന്നത് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPL ലത്തീഫ് സാഹിബാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോ, ഇത് EK വിഭാഗം സംസ്ഥയുടെ സമുന്നതരായ പണ്ഡിതന്മാരെല്ലാവരും അണിനിരന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയോടെ ചന്ദ്രപ്പിറവി കണ്ടു, നാളെ റമദാനാണെന്ന് അറിയിക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോ ആണ് കാണുവാനുള്ളത്. അത് ഒരു ചാനലിൽ ഈ പറയപ്പെട്ട ആയിരക്കണക്കിന് മസ്ജിദുകളുടെ ഒരു ഖാലിയായ ഖലീൽ ബുഖാരി തങ്ങൾ, അദ്ദേഹം ഇന്ന് ചന്ദ്രക്കല ദൃശ്യമാകുമോ ഇല്ലേ എന്ന് സംബന്ധിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടുവരാം. ഇവിടെ മാസപ്പിറവി കാണുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ തവണയും സംയുക്ത ഖാലിയായ ഖലീൽ ബുഖാരി തങ്ങളാണ് ശരിക്കും ആദ്യമായി പൊന്നാനിയിൽ നിന്നുള്ള വിവരം സ്ഥിരീകരിക്കുകയും മറ്റു ഖാലിയുമായി സംസാരിക്കുകയും ചെയ്തത്. ഖലീൽ ബുഖാരി തങ്ങൾ നമ്മോടൊപ്പം ഇപ്പോൾ ഉണ്ട്. ഇന്ന് എത്രത്തോളം ഉണ്ട് സാധ്യത കാണുന്നത്? ഇന്ന് സാധ്യത വളരെ കൂടുതലാണ്. സാധാരണഗതിയിൽ മേഘാകൃതമാകുന്ന ഒരു രംഗുണ്ടാകാറുണ്ട്. ഇന്നത് കാണുന്നില്ല. മാത്രമല്ല, സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രപ്പിറ 82 മിനിറ്റ് ഉണ്ടാകും എന്നാണ് നിഗമനം. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇന്ന് ചന്ദ്രക്കല അല്ലെങ്കിൽ ഹിലാല് അത് കാണുവാനുള്ള സാധ്യതയുണ്ട്, ഇന്ന് തെളിഞ്ഞ ആകാശമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി കാണുവാനുള്ളത് അദ്ദേഹം മാസപ്പിറവി കണ്ടതിന് ശേഷം പറയുന്ന വാക്കുകളാണ്. അതുകൂടി ഒന്ന് കണ്ടുവരാം. എന്നാൽ ഇന്നത്തെ ഒരു സാധ്യത എങ്ങനെയാണ്? ഞാൻ ഈ കണ്ട വിവരം വരുന്നുണ്ട്. കൃത്യമായി വസ്തുനിഷ്ഠമായി ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മളത് കൂടിയ ആലോചന നടത്തിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് അത് പ്രഖ്യാപിക്കുന്നതാണ്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇന്നലെ മഗ്രിബിന് ശേഷമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോ ഞാൻ എടുത്തതാണ്, എൻ്റെ മൊബൈലിൽ എടുത്ത ഫോട്ടോ ആണ്. അതിൽ നമ്മൾ പറയുന്നത് ഇന്നലെ എന്ന് പറയുമ്പോൾ മിനിഞ്ഞാന്ന് ചന്ദ്രനെ തിരഞ്ഞു നടന്ന ആളുകൾക്ക് അവർക്ക് കാണാൻ കഴിയാത്തത് ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നലെ നഗ്നനേത്രം കൊണ്ട് മണ്ണാർക്കാട് വെച്ച് കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. പൗരോഹിത്യത്തിൻ്റെ പ്രഖ്യാപനം കാത്തു നിൽക്കാത്തത് കൊണ്ട് ഒരു നോമ്പ് നഷ്ടമായില്ല എന്നുള്ളത്. ഇത് ആദ്യത്തെ സംഭവമല്ല സഹോദരന്മാരെ. ഇത് ഇപ്പോൾ ഇന്നലെ ഞാൻ നോമ്പിലായിരുന്നു എന്നുള്ളത് എൻ്റെ കുടുംബത്തിനും എൻ്റെ ആദർശ ബന്ധുക്കൾക്കും ഒരു സുഹൃത്തിനും മാത്രമാണ് അറിയുക. നമ്മളത് ഇവിടെ ഇവരൊന്നും ചന്ദ്രൻ കാണാത്തത് കാരണം കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്തത് കൊണ്ട് ആ ഒരു കാര്യം എടുത്തിട്ടില്ല. അവരോട് നോമ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ നോമ്പിലാണെന്നും അറിയിച്ചിട്ടില്ല. നമ്മൾ ഇവിടെ ഫിത്ന ഉണ്ടാക്കാതെയാണ് ആ ഒരു കാര്യം നിർവഹിച്ചത്. എന്നാൽ ഇവിടെ ആയിരക്കണക്കിന് മസ്ജിദുകളുടെ ഖാലിമാരെന്ന് പറയുന്ന ഈ പണ്ഡിതന്മാർ, ഇവർ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഒരു നോമ്പല്ലേ കളഞ്ഞത് എന്നുള്ളതാണ്. ഇവിടെ ഇതിന് ന്യായം പറയുന്നത് നഗ്നനേത്രം കൊണ്ട് കാണണം എന്നുള്ളതാണ്. സൗദി അറേബ്യയിൽ മിനിഞ്ഞാന്ന് മാസപ്പിറവി കണ്ടു എന്നുള്ള ഒരു വാർത്ത നമ്മൾ അറിഞ്ഞിരുന്നു. സൗദി അറേബ്യയിൽ ചന്ദ്രൻ ദൃശ്യമായാൽ
ഭൂമധ്യരേഖയായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്ത് നിന്ന് അവർ ബൈനോക്കുലർ വഴിയാണ് ഇത് കാണുന്നത്. നഗ്ന നേത്രം കൊണ്ട് നോക്കിയാൽ അവർക്കും റമദാൻ ഒന്നും കിട്ടൂലായിരുന്നു. അങ്ങനെ അവർ ആ ഒരു പ്രഖ്യാപനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 90% ആളുകൾ അല്ലെങ്കിൽ 90% രാജ്യങ്ങളിലും ഇന്നലെ ഒമാൻ അടക്കം റമദാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി തന്നെ. ഇന്നലെ അവിടെയൊക്കെ റമദാൻ 1 അമേരിക്ക, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പോലെയുള്ള രാഷ്ട്രങ്ങളിലെല്ലാം സൗദി അറേബ്യ പ്രഖ്യാപിക്കുന്ന ആ ദിവസം തന്നെ എടുക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായിക്കൊണ്ട് അടിസ്ഥാനപരമായിക്കൊണ്ട് ശരി എന്നുള്ള നിലക്ക് തന്നെയാണ് വലിയ വലിയ സ്കോളർമാർ അത് അനുവദിക്കുന്നതും. കാര്യം ചന്ദ്രൻ ഒരു ഭാഗത്ത് ദൃശ്യമായാൽ പ്രത്യേകിച്ച് ആ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ആളുകൾക്ക് ആ ഒരു കാര്യം അറിയാൻ കഴിയും. അവർക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ അവർക്ക് ഈ ഒരു കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹദീസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഷാമിൽ നിന്നും യാത്ര കഴിഞ്ഞു വരികയായിരുന്ന കുറച്ച് സഹാബാക്കൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തുമ്പോൾ അസർ നമസ്കാരം ആ വക്തായിരുന്നു, അസർ നമസ്കാരത്തിൻ്റെ സമയമായിരുന്നു. ആ യാത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ വഴിമധ്യേ ചന്ദ്രൻ ദർശിക്കുകയും നോമ്പെടുത്തിട്ടുമില്ല എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ തന്നെ നോമ്പ് മുറിക്കുവാൻ കൽപ്പിക്കുകയും നാളെ ഈദ്ഗാഹിലേക്ക് വിശ്വാസികളോട് എത്തുവാൻ, സഹാബാക്കളോട് എത്തുവാൻ കൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഇത് മാറ്റിവെച്ചുകൊണ്ട്, ഇത് തർക്കത്തിൻ്റെ ഭാഗമായിട്ടല്ല പറയുന്നത്, കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ എന്നുള്ള ആ ഒരിത് അതും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ കുറച്ച് ഭാഗം കൂടി കാണാം. ഇവിടെ ഖലീൽ ബുഖാരി തങ്ങൾ പറയുന്നത് നമുക്കിനി കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന. ഖലീൽ ബുഖാരി തങ്ങൾ ആയിരക്കണക്കിന് മസ്ജിദുകളുടെ അല്ലെങ്കിൽ 100 കണക്കിന് മസ്ജിദുകളുടെ കാളിയാണ്. അദ്ദേഹം അത് കണ്ടു. അദ്ദേഹത്തെ തന്നെ വിശ്വാസമില്ലേ? അല്ലേ? ഒരു കാളിയല്ലേ? അതും പല മസ്ജിദുകളുടെ കാളിയല്ലേ? ഒരു വലിയ വിഭാഗം ആളുകളുടെ നേതാവല്ലേ? അദ്ദേഹത്തിന് അവിടെ പ്രഖ്യാപിക്കണമെങ്കിൽ പോലും വീണ്ടും ചർച്ചകളുടെ ആവശ്യം വേണം. കാര്യം ഫിത്ന ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് എങ്കിൽ ഈ മറ്റു വിഭാഗക്കാരോട് അവരോടും അതിൻ്റെ തെളിവ് കാണിച്ചു കൊടുത്താൽ പോരെ? ചന്ദ്രൻ എല്ലാവർക്കും ഒന്ന് തന്നെയല്ലേ? അള്ളാഹുവിൻ്റെ കുദറത്തായിക്കൊണ്ട് നമുക്കത് ദൃശ്യമാവുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു കൂട്ടം വിശ്വാസികളുടെ നോമ്പ് നഷ്ടമായതിന് ആരാണ് സമാധാനം പറയുക എന്നുള്ളതാണ്. ഇത് ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ബാക്കിൽ കമൻറ്റുമായിട്ട് വരുന്ന ആളുകൾ ഇന്നലെ മണ്ണാർക്കാട് നിന്ന് കണ്ട, പൊന്നാനിയിൽ നിന്ന് കണ്ട, അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും കണ്ട ചന്ദ്രക്കല അല്ലെങ്കിൽ ഹിലാല്, അതുമല്ലെങ്കിൽ മാസപ്പിറവി നമ്മൾ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ദിവസത്തെ ഒന്നാമത്തെ ആ ഒരു ചന്ദ്രനാണോ 28 മിനിറ്റോളം ആകാശത്തുണ്ട്. അത് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എന്നാൽ ഒരു ബൈനോക്കുലർ ഉപയോഗിച്ചത് ദൃശ്യമാവുമോ എന്ന് നോക്കിയിട്ട് മാസപ്പിറവി കാണുകയാണെങ്കിൽ വിശ്വാസികൾക്ക് റമദാൻ 1 നഷ്ടപ്പെടാത്ത വിധത്തിൽ നമുക്കും എടുക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ വീണ്ടും പറയുന്നുണ്ട്, ഇത് തർക്കിക്കുവാൻ വേണ്ടിയല്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ നഗ്ന നേത്രം കൊണ്ട് കഴിഞ്ഞ വർഷത്തെ റമദാൻ 2-നാണ് കണ്ടത്. അന്നും ഇതുപോലെ തന്നെ സൈലൻ്റായിട്ടൊരു നോമ്പ് കഴിഞ്ഞിട്ടാണ് മറ്റു വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിലും ഇല്ലാത്ത ഈ സാധുവിന് ഒരു ഭാഗത്ത് വിശ്വാസയോഗ്യമായിക്കൊണ്ട് ചന്ദ്രൻ ദർശിച്ചു എന്നുള്ളത് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിൽ പിന്തുടരുക എന്നുള്ള ആ ഒരു നിലപാടാണ്. പ്രമാണങ്ങളും നമ്മുടെ ബോധ്യപ്പെടലും അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്തിനാണ് ഒരു റമദാൻ കളയുന്നത്? ഇനി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് വരാനുള്ളത് മാസപ്പിറവി എന്നുള്ളത്. പെരുന്നാളിൻ്റെയും മാസപ്പിറവി നമ്മൾ എടുക്കുന്നുണ്ട്. അവിടെ മാസപ്പിറവി വന്നു പോയിട്ടുണ്ടായേക്കാം. എന്നാൽ ഒരു ബൈനോക്കുലറോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് നോക്കിയാൽ കാണുമെന്നിരിക്കെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണണം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പെരുന്നാളിന് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ നോമ്പെടുക്കുന്ന ഹറാമായൊരു കാര്യം ചെയ്യുന്ന അവസ്ഥ വന്നു പോയേക്കാം. പണ്ഡിത നേതൃത്വങ്ങൾ ആരാണ് വലുത് എന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടോ മേനി നടിക്കുവാൻ വേണ്ടിയിട്ടോ വിശ്വാസികളുടെ നോമ്പിനെയും വിശ്വാസികളുടെ പെരുന്നാളിനെയും നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ എന്ന ഒരു അപേക്ഷയാണുള്ളത്. നമുക്ക് തർക്കിക്കുവാനൊന്നും ഇതിൽ യാതൊരു വകുപ്പുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ നിങ്ങളെ പിന്തുടരുന്ന കുറേ പാവങ്ങൾ ഇപ്പോൾ റമദാൻ 1 അറിയാതെ അവർക്ക് നഷ്ടപ്പെട്ട, നിങ്ങളിപ്പോൾ കാണുന്ന ഇത് എൻ്റെ മൊബൈലിൽ എടുത്തതാണ്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് മാസപ്പിറവി 1ാമത്തെ ബാലചന്ദ്രികയല്ല.
മാസപ്പിറവി എന്ന് പറയുന്ന നാളെ റമദാൻ എന്ന് പറയുന്ന പോലെയുള്ളതല്ല, ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുള്ളതാണ്. അത്രയും വലിപ്പമുണ്ട്. അത് മാത്രമല്ല, അത് അരമണിക്കൂറിലേറെ അത് ആകാശത്തുണ്ടായിരുന്നു. മഗ്‌രിബ് നമസ്കാരാനന്തരമാണ് ഇത് വന്നത്. മഗ്‌രിബ് നമസ്കാരവും കഴിഞ്ഞ് നമ്മുടെ അദ്കാറുകളും സുന്നത്ത് നമസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. പിന്നെയും അരമണിക്കൂറിലേറെ ഇത് ആകാശത്തുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഇത് ഇന്നലെ കേരളക്കരയുടെ പല ഭാഗങ്ങളിലും പല ആളുകളും ദർശിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, ഇത്രയും വലിയ ഒരു ചന്ദ്രൻ കാണുമ്പോൾ അത് ഒന്നാമത്തെ ചന്ദ്രനല്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം പഴമക്കാരിൽ നിന്നെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകാതെ, നമ്മുടെ പെരുന്നാളിന് നോമ്പെടുക്കുന്ന ഒരു അവസ്ഥ വരാതെ, ഹറാമാണത്. ഇതൊന്നും തർക്കത്തിൻ്റെ ഭാഗമല്ല, ആരെയും ഇകഴ്ത്തുവാൻ വേണ്ടിയല്ല. നിങ്ങൾക്കത് സ്ഥാപിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ടാണ് നിങ്ങളത് സ്ഥാപിക്കുന്നത് എന്നുള്ളൊരു കാര്യം അത് ഓർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, തർക്കത്തിനല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.